ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കാതെ ബി.ജെ.പിയെ നേരിടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. കോൺഗ്രസിന് കൈകൊടുക്കാൻ തയ്യാറാണ് എന്ന് എസ്.പി നേതാവ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം വച്ച ഉപാധി കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്ത് വില കൊടുത്തും യു.പിയിൽ അഖിലേഷ് യാദവുമായി സഖ്യം വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. വിട്ടുവീഴ്ചയാകാമെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ യു.പിയിലെ കോൺഗ്രസ് നേതൃത്വത്തെ പരിഗണിക്കാതെ എസ്.പിയുമായി സഖ്യമുണ്ടാക്കുന്നതിലും അർത്ഥമില്ല. ഈ സാഹചര്യത്തിൽ സമവായ നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. കോൺഗ്രസുമായി സഖ്യം ചേരാൻ അഖിലേഷ് യാദവിന് താൽപ്പര്യമുണ്ട്. എന്നാൽ സീറ്റ് വിഭജനമാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ഭിന്നതയ്ക്ക് പ്രധാന കാരണം. കോൺഗ്രസിന് 10 സീറ്റ് മാത്രം നൽകാമെന്നായിരുന്നു നേരത്തെ അഖിലേഷ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. 15 സീറ്റ് വരെ കോൺഗ്രസിന് നൽകാമെന്നാണ് എസ്.പിയുടെ പുതിയ നിലപാട്. 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് നേട്ടമാകുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം വരുന്നത് ബി.ജെ.പിക്ക് വെല്ലുവിളി തന്നെയാണ്. എന്നാൽ സീറ്റ് വിഭജനമാണ് പ്രതിപക്ഷ ചേരിയിലെ തർക്ക വിഷയം. ഇക്കാര്യത്തിൽ സമവായത്തിലെത്താനാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വവും. അങ്ങനെ സംഭവിച്ചാൽ പ്രതിപക്ഷ ചേരിയിൽ വലിയ പ്രതീക്ഷയേകും. എസ്.പിയും കോൺഗ്രസും സീറ്റ് വിഭജന ചർച്ച നടന്നുവരികയാണ്. ഇരു പാർട്ടികളും സീറ്റുകൾ സംബന്ധിച്ച പട്ടിക പരസ്പരം കൈമാറിയിട്ടുമുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമായാൽ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട്. ന്യായ് യാത്രയിലേക്കുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ക്ഷണം അഖിലേഷ് സ്വീകരിച്ചിരുന്നു. മുൻപ് ഇന്ത്യ സഖ്യത്തിന് കനത്ത പ്രഹരവുമായി സമാജ്വാദി പാർട്ടി എത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്രയിൽ നിന്നും സമാജ്വാദി പാർട്ടി വിട്ടുനിൽക്കുമെന്നായിരുന്നു അന്ന് അഖിലേഷ് പറഞ്ഞത്. ഉത്തർപ്രദേശിലെത്തിയ യാത്രയിലേക്ക് ഇതുവരെ തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷിന്റെ പിന്മാറ്റമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനമാണ് സഖ്യത്തിന്റെ വിള്ളലിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടിയിരുന്നത്. ഏതായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ തീർന്നു. അഖിലേഷ് ന്യായ് യാത്രയിലെത്തും. അതേസമയം 2019 കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചിരുന്നത്. സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. എസ്.പിയും ബി.എസ്.പിയും സഖ്യം ചേർന്ന് മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ബി.എസ്.പിയാണ് അന്ന് നേട്ടം കൊയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം എസ്.പി ബി.എസ്.പി സഖ്യം തകരുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ബി.എസ്.പിയുമായി സഖ്യം ചേരാൻ എസ്.പി താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാവുകയാണ്. ഇനി ജയവും പരാജയവുമൊക്കെ കാത്തിരുന്നു കാണാം.